വലിയ പ്ലാന്റുകൾ 1500 കൊടുക്കണേ. വലിയ തൃശ്ശൂർ പോയാൽ 2000-3000 തൃശ്ശൂരിനേക്കാളും കുറച്ചിട്ടാണ് നമ്മളവിടെ കൊടുക്കുന്നത്. തൃശ്ശൂരൊന്നും പോകണ്ട, ഇത്രയും വലിയ പ്ലാന്റ് ചെറിയ വിലക്ക് നമ്മളെ ബഷീർക്കാലത്ത് തന്നാൽ കിട്ടും. 1.5 മണിക്ക് കുറ്റ്യാടി എത്തിയത്. മലയാള മല മുഴുവൻ കേറി ഇറങ്ങി ലാസ്റ്റ് ഞാൻ നാദാപുരം എത്തി. നാദാപുരം ഒരു കടിക്കാരനോട് ചോദിച്ചപ്പോ അയാള് ഞാൻ പൊളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വർഷം കായ്ക്കും. അടുത്ത വർഷം തന്നെ അടുത്ത സീസണിക്ക് ഉണ്ടാവും. വിയറ്റ്നാമാണ് അടുത്ത വർഷം കായ്ക്കുമെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന അടിപൊളി പ്ലാന്റുകളാണ് അതൊക്കെ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മുണ്ടേങ്ങര കാർഷിക നഴ്സറിയിലെ കുറച്ച് അടിപൊളി ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ്. കാഴ്ച നിൽക്കുന്നത് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ അവിടെ കാണുന്നുണ്ട്. അതൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. നല്ല പ്ലാന്റ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ എടവണ്ണയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇനി വീഡിയോയിലേക്ക് പോവാം. കാഴ്ച നിൽക്കുന്ന ഇതേതാ? കാട്ടിമോൺ 2 വട്ടം 3 വട്ടം ഒക്കെ ഉണ്ടാവും. നല്ലൊരു കേടില്ലാണ്ട് അടിപൊളി കായോട് കൂടി നിൽക്കുന്ന മരം. നല്ല ഡ്രമ്മിൽ തന്നെ വെച്ചിട്ടുള്ള സൂപ്പർ മരങ്ങളാണ് ഇതൊക്കെ. അതന്നെയല്ലേ സുഖ? അതിലൊക്കെ കായുണ്ട് കേട്ടോ. ഈ മരത്തിലൊക്കെ കായ വന്നിട്ടുണ്ട്. അടുത്ത വർഷം കായ്ക്കേണ്ട തൈകളാണ്. അടുത്ത വർഷം കായ്ക്കും. അടുത്ത വർഷം തന്നെ അടുത്ത സീസണിക്ക് ഉണ്ടാവും. വിയറ്റ്നാമാണ് അടുത്ത വർഷം കായ്ക്കുമെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന അടിപൊളി പ്ലാന്റുകളാണ് അതൊക്കെ. എത്ര രൂപ? 2 കൊടുക്കാം. 2000 രൂപക്കാണ് ഇത്രയും വലിയ മരങ്ങൾ ബഷീർക്ക് കൊടുക്കുന്നത്. അതും അടുത്ത പ്രാവശ്യം കായ്ക്കുന്ന 100% ഉറപ്പ് തരുന്ന പ്ലാന്റുകൾ കേട്ടോ. ഈ സൈസിനൊക്കെയാണ് 2000 രൂപ പറഞ്ഞത്. 2000 രൂപയ്ക്ക് അടിപൊളി പ്ലാന്റ് ആട്ടത്. അപ്പോൾ അതിന്റെ കടവണ്ണൊക്കെ നോക്കി നോക്കൂ. വലിയ ഡ്രമ്മിൽ തന്നെ വെച്ചിട്ടുള്ള സൂപ്പർ മരം. ഇഷ്ടമായ തൈകളുണ്ട്. നല്ല സൈസ് ബുഷായിട്ടുള്ള മരങ്ങൾ കേട്ടോ അതൊക്കെ. കുളമ്പിന്റെ വലിയ മരങ്ങളാണ് കേട്ടോ. കുളമ്പ് മാമ്പഴമാണ് ഈ കാണുന്നതൊക്കെ. വലിയ വലിയ അടിപൊളി നല്ല കടവണ്ണൊക്കെ ഉള്ള സൂപ്പർ മരങ്ങളായി കാണുന്നത്. അടുത്ത വർഷം തന്നെ കായപ്പെടുത്തം വരാൻ 100% സാധ്യതയുള്ള മരങ്ങൾ കേട്ടോ അതൊക്കെ. പിന്നെ ഇതിന്റെ ചെറിയ തൈകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ചെറിയ തൈകൾ എത്ര രൂപ തൊട്ട് സ്റ്റാർട്ട് ആണ്? 200 രൂപ തൊട്ടാണ് ഇതിന്റെ കുളമ്പിന്റെ ചെറിയ മരങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വലിയ വലിയ മരങ്ങൾ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. എത്ര പീസ് വേണമെങ്കിലും കൊണ്ടുപോകാം. നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വലിയ മരങ്ങളാണ്. ബുഷായി നിൽക്കുന്ന സൂപ്പർ മരങ്ങൾ. ഹെവി മാംഗോസ്റ്റിന്റെ വലിയ മരാട്ട കാണുന്നത്. 8 വർഷം ആയതാട്ടോ. 8 വർഷം ആയതാ അല്ലേ? കണ്ടോ 8 വർഷം ആയതാണ്. കടവണ്ണ കണ്ടോ? നല്ല കടവണ്ണ. അതിന്റെ ഈ കൈക്ക് ഒതുങ്ങണില്ല. അത്രയും സൈസാണ് ഈ മരം. വലിയ മരം തന്നെ കേട്ടോ. ഇതിപ്പോ എനിക്ക് കായ്ക്കാൻ വലിയ താമസം ഉണ്ടല്ലോ. ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതാ നല്ല പ്ലാന്റ് തന്നെ കേട്ടോ. ഇവിടെ എത്രയുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യാൻ ബഷീർഖാനെ. പ്ലാവുണ്ടായി കൂടെ വെറൈറ്റീസ് കൂടെ കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് പരിചയപ്പെടാം. അത് ഡങ്സൂര, അത് ജാത്താട്ടിത്രി, ഇതൊക്കെ ജാത്താട്ടിത്രി, ഈ കാണുന്നതൊക്കെ ഡാങ്സൂര്യ. ഡാങ്സൂര്യന്റെ അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള മരങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ ജയത്തേട്ടത് നല്ല നല്ല പ്ലാന്റുകളെ കാണുന്നത്. വലിയ പ്ലാന്റ് ജയത്തേട്ടത്തിന്റെ വലിയ പ്ലാന്റ് കാണുന്നത്. വലിയ പ്ലാന്റ് ആവശ്യമുള്ള ആൾക്കാർക്ക് അതും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ജയത്തേട്ടയാണ്. ഈ സൈസ് ജയത്തേട്ട എത്ര വർഷം കൊണ്ട് കായ്ക്കും? അത് 3 വർഷമാണ് ചെറുത് വെച്ചാല്. അതായത് ഈ സൈസ് വെച്ചാലോ? അല്ല, അതിനേക്കാളും ചെറുത് വെച്ചാൽ. അപ്പൊ ഏകദേശം 2 വർഷം കൊണ്ടൊക്കെ ആവുന്ന നല്ല പ്ലാന്റുകൾ കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. ബുഷായിരിക്കുന്ന മരങ്ങളാണ് കാണുന്നതൊക്കെ. 500 രൂപക്കാണ് ഇത്രയും വലിയ സൈസ് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ അടുത്ത്. നല്ല നല്ല പ്ലാന്റുകളാണ് കേട്ടോ. 2 വർഷം കൊണ്ട് കായപിടുത്തം വരുന്ന അടിപൊളി പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ. കാലാപ്പാടിയാണ് കാണുന്നത്. കാലാപ്പാടിന്റെ വലിയ വലിയ മരങ്ങളാണ് കാണുന്നത് കേട്ടോ. നല്ല സൈസ് മരങ്ങളാണ്. ബുഷായിട്ടുള്ള അടിപൊളി മരങ്ങളായി കാണുന്നതൊക്കെ. ഈ കാലാപ്പാടിക്ക് എത്ര രൂപ കൊടുക്കും? നമ്മള് വലിയ പ്ലാന്റുകൾ 1500 കൊടുക്കണേ. വലിയ വലിയ പ്ലാന്റുകൾ തൃശ്ശൂർ പോയാൽ 2000-3000 കൊടുക്കേണ്ടി വരും. അപ്പൊ തൃശ്ശൂരിനേക്കാളും കുറച്ചിട്ടാണ് നമ്മളവിടെ കൊടുക്കുന്നത്. തൃശ്ശൂരൊന്നും പോകണ്ട. ഇത്രയും വലിയ പ്ലാന്റ് ചെറിയ വിലക്ക് നമ്മളെ ബഷീർക്കാലത്ത് തന്നാൽ കിട്ടും. ഒക്കെ വലിയ മരങ്ങളാട്ടോ. ഇത് കണ്ടോ? കടവണ്ണൊക്കെ കണ്ടോളൂ. ഈ കടവണ്ണുള്ള ഇത്രയും വലിയ മരങ്ങളാണ് നമ്മൾ ഈ റേറ്റ് പറഞ്ഞിട്ടുള്ളത്. അടിപൊളി മരങ്ങളാട്ടോ. ഇത് ഇഷ്ടം പോലെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഡ്രമ്മിൽ വെച്ചിട്ടുള്ള ഈ മരം ഏതാ? ഇതൊക്കെ നമുക്ക് കയറ്റല്ലതാണ്. ഞാറില്ലേ താമരശ്ശേരിക്ക് നമുക്ക് 50 ഡ്രമ്മാണ്. അതിലിപ്പോ 15 പോയിട്ടുള്ളൂ. നമ്മളൊരു വണ്ടി ഇപ്പൊ കയറ്റിപ്പോയി. മഴ ഉണ്ട്, വണ്ടി ഇവിടേക്ക് വരൂല. വണ്ടി ഇവിടെ താവുന്നുള്ള പ്രശ്നം കൊണ്ട് 2 വെയിലർച്ചാൻ വേണ്ടി കണ്ട് നിൽക്കാണ്. അപ്പൊ ഇനിയും കൊണ്ടുപോകണ്ട്. 10-35 ഡ്രമ്മോളം കൊണ്ടുപോകണ്ട്. ഒക്കെ ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാത്തും. ഇവിടെ ഒരുപാട് ഐറ്റം ഉണ്ട്. ഒരുപാട് കയറ്റല്ല. ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ.
അടിപൊളി കായോട് കൂടിയിട്ടുള്ള ഇതേതാ നൈംഡോക്ക് തന്നെ കാട്ടിമൂൺ കാട്ടിമോൺ കായോട് 1500 ഡ്രമ്മോട് കൂടി കൊടുക്കും. 1500 ഇങ്ങനെ കായോട് കൂടി ഡ്രമ്മോട് കൂടി കൊടുക്കാം. ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ കാഴ്ച നിൽക്കുന്ന കേട്ടോ. കാട്ടിമൂൺ കാഴ്ചിട്ടുള്ള മരം വെറും 1500 ഈ ഡ്രമ്മോട് കൂടി കൊണ്ടുപോകാട്ടോ. ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കില്ല നിങ്ങള്? ആ ഗാർഡൻ അല്ലേ? ആവശ്യക്കാർക്ക് നമ്മൾ എവിടെയാണ് ഈ മലപ്പുറം ജില്ലയിലാണ് ഉള്ളത്? മലപ്പുറം കൂടുതലുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു പണിക്കാരിയായിട്ട് പോയ ആളെ നിന്നെടുക്കണമെങ്കിൽ അതിനല്ലേ വേണോ? അല്ല അപ്പൊ നമ്മൾ 2-3 തൈയായിട്ട് കുറെ വിട്ടൊക്കെ വണ്ടി കൂലി കൊടുത്ത് പോകുമ്പോ ഓൾക്ക് നഷ്ടക്കാരം. തോട്ടം സെറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ആൾക്കാർക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റുകൾ ഇവിടുന്ന് കൊണ്ടുവച്ച് ബഷീർക്ക് സെറ്റ് ചെയ്ത് അങ്ങോട്ട് തരും കേട്ടോ. അത്രയും നല്ല ഉറപ്പോടുകൂടി 100% കായോട് കൂടി കായ്ക്കുന്ന ഉറപ്പുള്ള കായ്ക്കുന്ന ഉറപ്പുള്ള പ്ലാന്റുകൾ കൊണ്ടുവച്ച് തരുള്ളൂ. ഇതൊക്കെ ഏത് വെറൈറ്റി മാവുതകളാ? ഇതെല്ലാം നാംഡോക്ക് തന്നെയാണ്. ഇത് നമ്മൾ കൊടുത്തല്ലോ കൊടുക്കാല്ല ഇതിൽ കൊടുക്കാത്തോണ്ട് ഈ സൈസിൽ ഇനി ഉണ്ട് കൊടുക്കാൻ. നമുക്ക് ഇതിപ്പോ കൊടുക്കാൻ എത്ര രൂപ കൊടുക്കാം ഈ സെറ്റ്? ഇങ്ങനെ 4000 രൂപ. 4000 രൂപ കുഴപ്പമില്ല കേട്ടോ. നല്ല കടവെന്നുള്ള നല്ല വലിയ വലിയ തൈകൾ താണ്ടല്ലേ അതൊക്കെ ഇതിന്റെയൊക്കെ പുഷുണ്ടല്ലേ. അതെ നല്ല പുഷായിട്ടുള്ള മരങ്ങള്, അടിപൊളി മരങ്ങളാ കേട്ടോ. ഇപ്പൊക്കെ ഇപ്പൊ ഈ വർഷം തന്നെ കായ ഉണ്ടായതാണേ കണ്ടില്ലേ. ഇപ്പൊക്കെ പൂട്ട് കണ്ടില്ലേ, പൂട്ട് പോയതാണ്. കായ ഉണ്ടായിരുന്നു തന്നെയാണ്. കായ ഉണ്ടായിരുന്നു, ഇതിലൊക്കെ കായ ഉണ്ടായതാ. അപ്പൊ ഒരു സംശയം വേണ്ട, അടുത്ത പ്രാവശ്യം കായ ഉണ്ടാവും. കായ കൂടിയിട്ടുള്ള അമ്പഴങ്ങ മരം. ഈ ഒരു സൈസ് എത്ര രൂപ കൊടുക്കാം നമുക്ക്? അത് 600 രൂപ. വലിയ തൈകൾ കേട്ടോ. 600 രൂപയ്ക്ക് വേണ്ട നിറയെ കാഴ്ച നിൽക്കുന്നത്. ഇതേതാ പേരാ? തായ് പിങ്ക് പേരാണത്. കായോട് കൂടിയിട്ട് ഇതിലും കായ വന്നിട്ടുണ്ട്. ഇതൊക്കെ കായ വന്നിട്ടുള്ള മരങ്ങളാണ്. എത്ര രൂപ കൊടുക്കത്? ഒക്കെ 300 രൂപ. 300 രൂപയ്ക്ക് കായോട് കൂടിയിട്ട് വലിയ മരം 300 രൂപ കൊണ്ടുപോവാം. ഇതാണ് കാട്ടിമൂണ്. കാട്ടിമൂൺ ഒക്കെ പൂവും കായ ആയത് ഇനിട്ടോ കണ്ടല്ലോ. ഒക്കെ പൂവും കായ ആയതാണ്. അതൊക്കെ കൊടുക്കണം. കായ കേട്ടോ. കായ വന്നിട്ടുള്ള കാട്ടിമൂണിന്റെ മരങ്ങളായി കാണുന്നതൊക്കെ. എത്ര രൂപ കൊടുക്കുക കാട്ടിമൂണൊക്കെ? 400 രൂപ ഒക്കെ കൊടുക്കണം. 400 രൂപയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ള സൈസ് തന്നെയാണ്. കായ വന്ന് തന്നെയാണ്. നല്ല കുറ്റ്യാടി ഒറിജിനൽ അടിപൊളി തൈകൾ കേട്ടോ. അടിപൊളി കുറ്റ്യാടി തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ നേരെ ഇങ്ങോട്ട് വന്നോളൂ. മുണ്ടേങ്ങര കാർഷിക നഴ്സറി കിട്ടും. അത്രയും നല്ല അടിപൊളി തൈകൾ തന്നെയാണ്. ഇത് കുറ്റ്യാടിന്ന് കൊടുക്കുന്ന ഒറിജിനൽ അല്ലേ? ഒറിജിനൽ കുറ്റ്യാടി. അപ്പൊ പലരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തൃശ്ശൂരം തൈ കൊണ്ടുവന്നിക്കാണ്ട് അല്ല പൊള്ളാച്ചി തമിഴ്നാട് തൈ കൊണ്ടുവന്നിട്ട് വില കുറച്ച് കൊടുക്കണമൊക്കെ. അതൊന്നും ഒറിജിനൽ അല്ല. കുറ്റ്യാടി പറഞ്ഞ് കൊടുക്കും, അത് ഒറിജിനൽ അല്ല. നമുക്ക് കിട്ടാൻ ഞാൻ ഒരു ദിവസം ബൈക്ക് എടുത്ത് രാവിലെ പോയിട്ട് 7 മണിക്ക് കുറ്റ്യാടി എത്തിയാണ്. മല മുഴുവൻ കേറി ഇറങ്ങി ലാസ്റ്റ് ഞാൻ നാദാപുരം എത്തി. നാദാപുരം ഒരു കടിക്കാരനോട് ചോദിച്ചപ്പം അയാള് ഞാൻ പൊളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് 25 കിലോമീറ്റർ പിന്നെ അങ്ങോട്ട് പോയി മലയ്ക്ക്. അവിടെ പോയിട്ട് അയാള് 300 പറഞ്ഞിട്ട് 260 അയ്യച്ചു. 300 പറഞ്ഞിട്ട് 260 കിട്ടിയത്. സാധനം കിട്ടാനില്ല, റയർ ആയിട്ടപ്പോ കിട്ടുന്നത് അല്ലേ? അപ്പോ എവിടെ സ്റ്റോക്ക് ഇല്ല. ഈ വർഷം ടൈറ്റ് ആയിക്കണ് ട്രെയിനൊക്കെ. അപ്പൊ ഈ കാണുന്ന സ്റ്റോക്ക് ഇവിടെ നിലവിലുണ്ട്. ഇനി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ട്, നമുക്ക് തരാറിട്ടുണ്ട്. പോയൊക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഈ സൈസിൽ 170 കൊടുക്കുന്നത് 170 ഇത് കൊടുക്കുന്നത്. ഒക്കെ ചില്ലറ നമ്മള് 200 കൊടുത്താൽ തന്നെ ഒക്കെ ഉള്ളൂ. എന്താ വെച്ചാൽ വണ്ടിക്കൂലി പോക്ക് വരവൊക്കെ ഭയങ്കര ഇതാണ്. ഈ ചെറു തൈകളൊക്കെ ഏതാ? ഇത് മോഹിന്ദ് കാസർഗോഡ് ഇപ്പൊ നല്ല ഫുള്ള് കയറ്റിയോ. ഓക്കെ. ഇതൊക്കെ എത്ര രൂപ കൊടുക്കുന്നത്? 25 രൂപ കൊടുക്കുന്ന തൈകൾ. അതൊക്കെ ഇതൊക്കെ എത്ര വർഷം കൊണ്ട് കായ വരിക? തേങ്ങ 3 വർഷം കഴിഞ്ഞാൽ മോഹിന്ദ് കായ്ക്കും. 3 വർഷം കൊണ്ടൊക്കെ 4. നമ്മളെ കുറ്റ്യാടിയോ? കുറ്റ്യാടി 4-5 അടിയിൽ വരും. 5 വർഷത്തിന്റെ ഉള്ളിൽ കായ്ക്കും. അതൊക്കെ നമ്മളെ നോട്ടും സ്ഥലത്തിനനുസരിച്ചൊക്കെയാണ് ഇതൊക്കെ കായ്ക്കുക. പണ്ട് എവിടെയും വെച്ച് ഇത്ര വർഷമായിട്ടും കായ്ച്ചിട്ടില്ല പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. നമ്മൾ നോക്കണം. നല്ല സ്ഥലമാണ്. കാനലൊന്നും കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമില്ല. തെങ്ങിൻ തൈക്ക് എന്തെങ്കിലും വളം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. വളം കൊടുക്കണേ. വളം വെക്കുമ്പോ കുറച്ച് കൊടുക്കുക. പിന്നൊക്കെ ഒരു 3 മാസം കഴിഞ്ഞാൽ 2 മാസം കൂടുമ്പോ കുറച്ച് വളമൊക്കെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഏതാണ് നമ്മൾ കൊടുക്കുന്ന വളം? ഇപ്പൊ നമ്മള് ജൈവവളം, നെല്ലുപൊടി, ചാണകപ്പൊടി, ആട്ടുംകാട്ടപ്പൊടി ഏതായാലും കൊടുത്താൽ മതി. അത് കറക്റ്റ് ആയിട്ട് കൊടുത്താൽ തന്നെ 4 വർഷം കൊണ്ടാവും അല്ലേ? പിന്നെ അതിന്റെ അടിയിൽ നമ്മള് ഓരോ മാസമാണെങ്കിൽ പച്ചച്ചാണകവും കടലപ്പുണ്ണാക്കും ഒക്കെ കലക്കിയിട്ട് ഒന്ന് നേർപ്പിച്ച് ഇങ്ങനെ മാസം കൊടുക്കാം. അതിനൊക്കെ നല്ലതാണ്. ഭക്ഷണം കഴിക്കണം. അതിൽ തന്നെ ഭക്ഷണം കൊടുത്താൽ കൊടുത്താലാണ് നമുക്ക് കായപിടുത്തം കിട്ടുള്ളൂ.